എടവണ്ണയിൽ വീട്ടിൽ നിർത്തിയിട്ട് 2 വാഹനങ്ങൾ കത്തിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാംകുന്ന് സ്വദേശി മാലിക്കിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ജൂലൈ 29-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. എടവണ്ണ പൊന്നാംകുന്ന് സ്വദേശി 37 വയസ്സുകാരൻ PC അബ്ദുൾ മാലിക്കിനെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൃത്യം നടത്തി പ്രതികൾ ഓടിച്ചുപോയ കാർ മങ്കടയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകൾക്ക് പണം നൽകി ഒത്തുതീർപ്പ് നടത്തിയത് മാലിക്കായിരുന്നു. മറ്റു 4 പേരെ എടവണ്ണ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യം നടത്തി പ്രതികൾ രക്ഷപ്പെടുന്നതിനിടെ നടന്ന വാഹനാപകടമായിരുന്നു കേസിൽ വഴിത്തിരിവായത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേർ ഉൾപ്പെടെ 4 പേരെ ഇനിയും പിടികൂടാനുണ്ടെന്ന് എടവണ്ണ സ്റ്റേഷൻ SHO E ബാബു പറഞ്ഞു. ഒരു നമ്പറില്ലാത്ത ഓൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കത്തിച്ചതെന്ന് സൂചന കിട്ടി. ആ സൂചനയുടെ പിറകിൽ അന്വേഷണം നടത്തിയതിൽ 8 ദിവസത്തിന് ശേഷം മങ്കട വെച്ച് ഈ കാർ ആക്സിഡന്റ് ആവുകയും അതിനെ തുടർന്ന് മങ്കടയുള്ള ആളിനെ കണ്ടെത്തുകയും തുടർന്ന് ചെർപ്പളശ്ശേരിക്കാരായ 2 പേരെയും പരപ്പനങ്ങാടിക്കാരായ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എടവണ്ണ ആര്യൻ തൊടുകയിലാണ് ഗൾഫ് വ്യവസായിയുടെ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ കഴിഞ്ഞ മാസം 29-ന് രാത്രിയിൽ തീവെച്ച് നശിപ്പിച്ചിരുന്നത്. കൊട്ടേഷനായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. 24 മലപ്പുറം.